ഇപ്പോൾ ശബരിമലയിലെ കൊടുങ്കൊള്ളയെന്ന് SITയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. കട്ടിളപ്പാളിയിൽ ഉൾക്കൊള്ളുന്ന പ്രഭാമണ്ഡലത്തിലെയും ശിവവ്യാളി രൂപങ്ങളിലെയും സ്വർണവും കൊള്ളയടിച്ചെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ വരുന്നത്. കടത്തിയ സ്വർണം വേർതിരിച്ചത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെന്നും SIT റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. VS അനു, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കൊള്ള ഇവിടെയൊന്നും തീരില്ല എന്ന് തോന്നുന്നു. കൂടുതൽ വ്യാപ്തി വെളിവാവുകയാണ്. രുചീഷ്, ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രഭാവലയത്തിലെ ഉള്ള ഈ പറയുന്ന ശിവരൂപവും അതുപോലെ തന്നെ വ്യാളി രൂപവും ഉൾപ്പെടെയുള്ളവ എടുത്തു മാറ്റി, അങ്ങനെ 7 പാളികൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ ഇത് നേരത്തെ കട്ടിളപ്പാളി എന്ന് പറയുമ്പോൾ ഈ കട്ടിളപ്പാളിയോട് ചേർന്നുള്ളതാണ് ഈ 7 പാളികളും. ഇത് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതാണ്. അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ പുതിയ ഒരു കവർച്ചയല്ല. ഇപ്പൊ നമുക്കറിയാം, ഈ ദ്വാരപാലക ശില്പങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നുള്ള ആദ്യ കേസ് അന്വേഷണത്തിലാണ് ഈ കട്ടിളപ്പാളി കൂടെ കൊണ്ടുപോയി എന്ന് പറയുന്നത്. അതിന്റെ അന്വേഷണത്തിൽ രണ്ടാമത്തെ FIR ഇടുകയും ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കട്ടിളപ്പാളി എന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ശിവരൂപവും വ്യാളി രൂപവും ഒക്കെ ഉള്ളത്. അല്ലാതെ അതിന്റെ ഓരോ സ്പെസിഫൈ ചെയ്ത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് കൂടുതൽ കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന് അല്ല എന്നുള്ള കാര്യമാണ് ഈ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ആ വാർത്ത വന്നതിന് പിന്നിൽ ഈ നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ സാധാരണ കട്ടിളപ്പാളി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഈ ഏറ്റവും പുതിയ ഈ ഗോവർദ്ധന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയിൽ ആ കട്ടിളപ്പാളിയിലെ മുഴുവൻ കാര്യങ്ങളും ഓരോ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. അല്ലാതെ ഏതെങ്കിലും കൂടുതൽ പാളികൾ എടുത്തു മാറ്റിയതല്ല. അതായത് ഈ കൂടുതൽ കവർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. രുചീഷ്, ശരി, VS അനു, എന്തായാലും പ്രഭാമണ്ഡലത്തിലെയും ഓരോ തരത്തിലായുള്ള ഈ സ്വർണം ഏത് രീതിയിലാണ് നഷ്ടപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യത്യസ്തമായി തന്നെ ഉള്ള റിപ്പോർട്ടുകളിൽ വ്യത്യസ്തമായി എടുത്തെടുത്ത് പറഞ്ഞ് ആണ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചത്. VS അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.